റിപ്പബ്ലിക് ഡേ ആണ് അല്ലെ, റിപ്പബ്ലിക് ഡേ. അപ്പൊ റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ വന്ന് ജനഗണമന പാടാൻ കുട്ടികളെ സെറ്റ് ആക്കണമെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും അതൊന്ന് അംഗീകരിക്കണ്ടേ. അപ്പൊ 24-ാം തീയതി അംഗീകരിച്ചു, 25-ാം തീയതി കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് ജനഗണമന. പിന്നെ ചോദ്യം വരും, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ആലുവ സർവമത സമ്മേളനത്തിന്റെ പ്രവേശന കവാടത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? വാദിക്കാനും ജയിക്കാനുമല്ല, നമുക്ക് വിറ്റാമിൻസ് വേണമെങ്കിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യാം, പക്ഷെ ഞാൻ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രം പറഞ്ഞുതരാം. ഈ സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. മാഡം നിക്കാജി നമ്മുടെ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ കൊടി, അതായത് ഇന്ത്യയുടെ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് മാഡം ഡിക്കാജി കാമയാണ് കേട്ടോ. ഈ നദി ഏറ്റവും വലുത് നമുക്കൊക്കെ അറിയാം, പെരിയ നദിയാണ്, പെരിയാർ അല്ലെ. ഏറ്റവും വലുതിന് നമ്മൾ പെരിയത് എന്ന് പറയും അല്ലെ. അപ്പൊ പെരിയത്, പെരിയാർ. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള മാസം ഏതാ? കണക്ട് ചെയ്ത് വെക്കുക. തൊട്ട് മുമ്പുള്ള മാസം ഏതാണ്? ജൂലൈ. 1947 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഷിക് ടെസ്റ്റ് ചോദ്യം വരും. ഷിക് ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് ചോദ്യം വരും, ഡിഫ്തീരിയ ആണ്. അത് ബൽഗാം സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഗാന്ധിജി അധ്യക്ഷനാവുന്നത് കേട്ടോ. അതും പഠിച്ചു വെക്കുക. ഓക്കെ, ഗാന്ധിജി അധ്യക്ഷനാവുന്നത് ബൽഗാം സമ്മേളനം, അതും പഠിച്ചു വെക്കുക. റിപ്പബ്ലിക് ഡേ ആണ് അല്ലെ, റിപ്പബ്ലിക് ഡേ. അപ്പൊ റിപ്പബ്ലിക് ഡേക്ക് സ്കൂളിൽ വന്ന് ജനഗണമന പാടാൻ കുട്ടികളെ സെറ്റ് ആക്കണമെങ്കിൽ ഒരു ദിവസം മുമ്പെങ്കിലും അതൊന്ന് അംഗീകരിക്കണ്ടേ. അപ്പൊ 24-ാം തീയതി അംഗീകരിച്ചു, 25-ാം തീയതി കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ് ജനഗണമന. പിന്നെ ചോദ്യം വരും, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകൻ ആര്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ആലുവ സർവമത സമ്മേളനത്തിന്റെ പ്രവേശന കവാടത്തിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? വാദിക്കാനും ജയിക്കാനുമല്ല, നമുക്ക് വിറ്റാമിൻസ് വേണമെങ്കിൽ ഫുള്ള് ഡിസ്കസ് ചെയ്യാം, പക്ഷെ ഞാൻ ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രം പറഞ്ഞുതരാം. ഈ സ്കർവിയാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. മാഡം നിക്കാജി നമ്മുടെ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യയുടെ കൊടി, അതായത് ഇന്ത്യയുടെ പതാക ആദ്യമായി വിദേശത്ത് ഉയർത്തിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് മാഡം ഡിക്കാജി കാമയാണ് കേട്ടോ. ഈ നദി ഏറ്റവും വലുത് നമുക്കൊക്കെ അറിയാം, പെരിയ നദിയാണ്, പെരിയാർ അല്ലെ. ഏറ്റവും വലുതിന് നമ്മൾ പെരിയത് എന്ന് പറയും അല്ലെ. അപ്പൊ പെരിയത്, പെരിയാർ. 1947 ഓഗസ്റ്റ് 15-നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള മാസം ഏതാ? കണക്ട് ചെയ്ത് വെക്കുക. തൊട്ട് മുമ്പുള്ള മാസം ഏതാണ്? ജൂലൈ. 1947 ജൂലൈ 22-നാണ് ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ചത്. രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഷിക് ടെസ്റ്റ് ചോദ്യം വരും. ഷിക് ടെസ്റ്റ് ഏതാണ്? ഡിഫ്തീരിയ. ഷിക് ടെസ്റ്റ് ചോദ്യം വരും, ഡിഫ്തീരിയ ആണ്. അത് ബൽഗാം സമ്മേളനത്തിലാണ് ആദ്യം